ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീദേവിയും കൊണ്ട് ബാലൻ പച്ചക്കറി വാങ്ങാനായിട്ട് പോവാട്ടോ. കഴിഞ്ഞവണ കൊടുത്തേച്ച പച്ചക്കറി മുഴുവനും ചീഞ്ഞതാണ് മിക്കവാറും ഉള്ളതെല്ലാം. അതുകൊണ്ട് തന്നെ ഇത്തവണയും പറ്റിക്കപ്പെടണ്ടല്ലോ എന്ന് വെച്ച് ഇവർ നേരിട്ട് തന്നെ പോയി എടുക്കാൻ പോവാണ്. അപ്പം എന്നിട്ട് നമ്മുടെ രാമേട്ടനോട് പറയാനുണ്ട്, നമ്മൾ ഇങ്ങനെയൊക്കെ പോയാൽ ഇവരിങ്ങനെ പറ്റിച്ചാലേ കാശ് മുഴുവനും കൊടുക്കണ്ടെന്ന് രാമേട്ടൻ പറയാണ്. സാരമില്ല രാമേട്ട, അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ദേവിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയാണ്, സാരമില്ല, പിന്നെ നമ്മൾ ഓരോരുത്തരെ വിശ്വസിക്കുന്നത് പോലെ അവരും നമ്മളെ വിശ്വസിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ദേവിക്കത് തട്ടുന്നുണ്ട് കേട്ടോ. കാരണം ദേവിക്കും ഒരു വിശ്വാസക്കുറവാണല്ലോ ദേവിയുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്നത്. അങ്ങനെ അവരങ്ങോട്ട് പോയി കുറച്ച് സമയം കഴിയണതും ആനന്ദ് അങ്ങോട്ട് കയറി വരുവാണ്. ആനന്ദിനെ കാണുമ്പോഴത്തേക്കിന് ആകാശ് അന്തം വിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ ഇതാര്, ആനന്ദേട്ടനോ? ആനന്ദേട്ടൻ കോമഡി സ്റ്റോറി വരാറേയില്ല, പിന്നെന്തേ ഇന്ന്? എടാ എനിക്കിവിടെ അടുത്തൊരു ക്ലയൻറ്റിനെ കാണാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എങ്ങനെ ഇരിക്കുന്ന ജീവിതമൊക്കെ, സുഖാണല്ലോ അല്ലേ എന്ന് രാമേട്ടൻ ചോദിക്കുകയാണ്. പിന്നെ പരമസുഖമല്ലേ രാമേട്ട, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ആകാശിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ആനന്ദ് ചോദിക്കണം, എടാ 25,000 രൂപയുടെ കാര്യം നമ്മൾ പിന്നീട് അന്വേഷിച്ചില്ലല്ലോ അല്ലേ? അത് ആരാണ് എടുത്തതെന്ന് എന്തെങ്കിലും അറിഞ്ഞിരുന്നാ? ആരെടുത്തുനിന്നൊന്നും ഒരു പിടിയില്ല. എന്തായാലും മാമൻ അത് എടുക്കില്ല, അത് ഉറപ്പാണ്. അതെനിക്കും ഉറപ്പ് തന്നെയാണ്. അപ്പോൾ അതെവിടെ പോവാനടാ? ഏട്ടാ, എന്നെ ഏട്ടൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണ കാണുമ്പോഴേ ഞാനായിരിക്കും അടിച്ചു മാറ്റിയെന്നാണല്ലേ വിചാരം? ഞാനങ്ങനെ എടുക്കത്തൊന്നുമില്ല കേട്ടോ. എടുത്താണെങ്കിലും ഞാൻ പറയും. അച്ഛനിവിടെ സംശയമുണ്ട് എന്നെ, കാരണം ഇവിടെ വേറെ ആരും എടുക്കൂലല്ലോ. എന്തായാലും മാമനും എടുക്കൂല, അപ്പോൾ പിന്നെ എടുക്കുന്ന ആരാ? ഞാൻ. ചെറിയ സംശയമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ എടുത്തിട്ടില്ല ഏട്ടാ. എനിക്ക് മനസ്സിലായടാ, നീ എടുത്തില്ല. പക്ഷെ നമുക്കത് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ, എന്നിട്ടും ആകാശനൊരു സംശയം, ആനന്ദേട്ടൻ എന്തോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ. ഇല്ലടാ, ഒന്നുമില്ല, ഞാനിവിടെ വരെ വെറുതെ വന്നതാണെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ചരക്കൊക്കെ വന്ന് അത് പിടിച്ചു വെക്കാനായിട്ട് രാമേട്ടൻ ആകാശിനെ വിളിക്കാൻ കേട്ടോ. അങ്ങോട്ട് ആകാശം മാറുന്ന സമയം കണ്ട് പെട്ടെന്ന് തന്നെ പോക്കറ്റിനകത്തുനിന്ന് ചെറിയൊരു ക്യാമറ കയ്യിലെടുക്കുന്നുണ്ട് നമ്മുടെ ആനന്ദ്. എന്നിട്ട് ക്യാഷ് കൗണ്ടറിൻ്റെ സൈഡിൽ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ കലണ്ടറൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ആ കോർണറിലേക്ക് അതിൻ്റെ ഇടയിലോട്ട് അതിന് തിരികെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആരും അറിയാതെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യുകയാണ്. കാരണം അവിടെ നിന്ന് ക്യാമറ വെച്ചാൽ ഇവിടെ നടക്കുന്ന ക്യാഷ് കൗണ്ടറിൽ നിന്ന് ക്യാഷ് എടുക്കുകയോ ക്യാഷ് പോവുകയോ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ടോ എന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ആനന്ദ് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നത്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കണം, ഇവിടുന്ന് 25,000 രൂപ പോയിട്ടുണ്ടെങ്കിൽ ഒന്നേ ഉദയഭാനു, ഇല്ലെങ്കിൽ ദേവി, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും എടുത്തിരിക്കുന്നത്. എന്തായാലും ഇനി ഇവിടുന്ന് ഒരു പൈസ പോയാൽ അതിൽ കാണും, ഞാൻ കണ്ടുപിടിക്കും എന്നുള്ള വാശിയിലാണ് ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മിത്ര വീട്ടിലിരിക്കുന്ന സമയത്താണ് മിത്രയും ഗോമതിയും വീട്ടിലുണ്ട്. അപ്പോഴാണ് ആര്യനും മീനാക്ഷിയും കൂടെ ദേഷ്യം പിടിച്ച് തിരിച്ചു വരുന്നത്. മിത്ര ഓടി വന്ന് ചോദിക്കുകയാണ്, അല്ല എന്താ ഇത്, നീ ജോലിക്ക് പോയില്ലേ മീനാക്ഷി ചേച്ചി? ആര്യൻ്റെ കൂടെ അല്ലേ പോയത്, പിന്നെന്താ നിങ്ങൾ തിരിച്ചു വന്നോ എന്ന് ചോദിക്കുകയാണ്. അത് പോയില്ല, വേറൊരു ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം? അതൊക്കെ ഉണ്ട്. എടി എന്താ കാര്യമെന്ന് പറ ആര്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ കൃഷ്ണമംഗലത്തും അച്യുതനെ വിളിക്കുകയാണ് അനന്തൻ. കാരണം എങ്ങനെയെങ്കിലും നമുക്ക് ആര്യനെ ഇങ്ങോട്ട് വിളിക്കണമല്ലോ, ആര്യനെ നമ്മുടെ മരുമകനായിട്ട് അംഗീകരിക്കണമല്ലോ, അത് അച്യുതനായിട്ടൊന്ന് ചർച്ച ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അച്യുതനെ വിളിക്കണം. അങ്ങനെ അച്യുതനും അനന്തനും കൂടെ അവിടെ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്താണ് അലോക് വരുന്നത് കേട്ടോ. അലോക് ഇങ്ങനെ വരുന്നതും വണ്ടിയൊക്കെ കൊണ്ടുവച്ചിട്ട് അപ്പുറത്തേക്ക് കയറി പോകാൻ പോണതും ആര്യൻ അവിടെ ഉണ്ടാകുന്നൊരു വിളിക്കുന്നുണ്ട്. ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കണില്ല, രണ്ടാമത് വീണ്ടും വിളിക്കുകയാണ് ആര്യൻ. അപ്പോൾ അലോക്, എന്താടാ നിനക്ക് കുഴപ്പം എന്ന് അലോക് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. എടാ അവിടെ നിൽക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആര്യൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടല്ലോ, അകത്ത് നിന്ന് ഗോമതി വിചാരിക്കണം, അയ്യോ ഇത് ആര്യൻ്റെ സൗണ്ടല്ലേ, എന്താ പറ്റിയെന്ന് പറഞ്ഞ് ഗോമതി ഓടി വരാൻ കേട്ടോ. തൊട്ടിപ്പുറത്ത് നമ്മുടെ അനുമോളാണെങ്കിലേ ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോകൾ കല്യാണത്തിന് തലേന്നൊക്കെ എടുത്തില്ലേ, അതെല്ലാം കൂടെ എടുത്തു വെച്ചൊക്കെ നോക്കുകയാണ്. അതിനകത്ത് ഇപ്പോൾ 2 പേര് ദേവമംഗലത്തിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. ഒന്ന് അനുമോളും മറ്റൊന്ന് നമ്മുടെ ധർമ്മനുമാണ്. അപ്പോൾ അതിൻ്റെ കാര്യം ഓർത്ത് അനുമോൾ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ വന്നത് എന്തായാലും അവർക്ക് വിഷമമൊന്നും കാണില്ല, പക്ഷേ മാമൻ ഇങ്ങോട്ട് വന്നത് അവർ നല്ല തളർത്തിയിട്ടുണ്ടാവുമല്ലോ ഈശ്വര, അതിനിപ്പോൾ എന്താ ഒരു വഴിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര്യൻ്റെ ശബ്ദം, അയ്യോ ആര്യൻ ചേട്ടൻ്റെ ശബ്ദമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ നിന്ന് ഇറങ്ങി വരുവാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് അനന്തനായി അച്യുതനായി ഓരോരുത്തരായിട്ട് നന്ദിത അമ്മ ഓരോരുത്തരായിട്ട് ഇവിടെ എന്താ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുവാണ്. ഇതിനിടയ്ക്ക് ആര്യനോടി വന്നിട്ട് പറയാം, എടാ നീ എൻ്റെ പെങ്ങളെയും കെട്ടി അവളെയും വഞ്ചിച്ച് വേറൊരുത്തരോട് കറങ്ങി നടക്കാണെന്ന് നീ വിചാരിച്ച് അല്ലേടാന്ന് ചോദിച്ച് അങ്ങോട്ട് ചെല്ലാണ്. അപ്പോഴാണ്
വലിയ ഗമയിൽ അവിടെ നിന്നും കൊണ്ട് അലോക് പറയാണ്, അതേടാ ഞാൻ അങ്ങനെ ചെയ്യുന്ന ചെയ്യും, നിനക്കെന്താടാ കാര്യം? അത് എൻ്റെ ഇഷ്ടം, ഞാൻ ആരോട് കറങ്ങുന്നു ആരോട് പോകുന്നു, പല പെണ്ണുങ്ങളോടുകൂടി ഞാൻ പോവോടാന്ന്. അങ്ങനെ നീ പോവോടാ, എൻ്റെ സഹോദരിയെ വഞ്ചിച്ചിട്ട് കാണിച്ചു തരാടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് അലോകിനെ പിടിച്ചിട്ട് 5-6 ഇടി കൊടുക്കാട്ടോ. കുറേ ഇടി കൊടുക്കുമ്പോൾ തന്നെ ഇവരെല്ലാവരും കൂടെ ഓടിക്കൊണ്ടുവരാണ്. എന്നിട്ട് മീനാക്ഷി ഇത്രയൊക്കെ വന്നിട്ട് മതി മതി ആര്യ, ഒന്നും ചെയ്യണ്ട. ഗോമതി നിർത്താനല്ലേ പറഞ്ഞത്, ഇവിടെ എന്താ പ്രശ്നം, എന്തിനാ ഇപ്പം ഈ തല്ലിൻ്റെ ആവശ്യമൊന്നും പറഞ്ഞും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മുടെ ആര്യം പറയാം, എന്താ പ്രശ്നമെന്നോ അവൻ തന്നെ പറയട്ടെ, ചെറ്റ അവൻ എന്താ ചെയ്ത വൃത്തികേട്, അവൻ്റെ വാ കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കേൾക്കണം എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ അച്യുതൻ വന്ന ആര്യനെ അങ്ങോട്ട് വഴക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ ധർമ്മം വന്ന് പറയാണ്, അച്ചേട്ടാ ഒന്ന് അടങ്ങ്, ആര്യനൊരു കാര്യമില്ലാതെ അവനെ തല്ലില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. എടാ നീ ഇപ്പം ആര്യൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കില്ലേ? ഞാൻ ആരുടെ സൈഡിൽ നിന്ന് സംസാരിച്ചതല്ല അച്ചേട്ടാ, ഇതിൽ ന്യായം അവൻ്റെ ഭാഗത്തായതുകൊണ്ട് അവൻ അടിച്ചത്. അലോക് മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ? പറയടാ അലോകെ, എന്ത് തെറ്റാ നീ ചെയ്തത്? പറയാൻ അടുത്തൊരു രാജശ്രീ, എൻ്റെ മോനെ തല്ലാൻ വേണ്ടി നീ ആയോടാ? നീ എന്തിനാടാ എൻ്റെ മോനെ തല്ലുന്നത്? അപ്പോഴത്തേക്കിന് ആര്യം പറയാം, നിങ്ങളുടെ മോനെ തല്ലിയതിനെ അവൻ ചെറ്റത്തരം കാണിച്ചിട്ടാണ് ഞാൻ തല്ലിയത്. ആ ചെറ്റത്തരം എന്താ നിങ്ങളുടെ മോൻ്റെ വായിൽ നിന്ന് എന്നെ കേട്ടോ, അപ്പോഴത്തേക്ക് മനസ്സിലാവും. മിണ്ടുന്നില്ല കേട്ടോ ഒരക്ഷരം. കണ്ടോ അവൻ മിണ്ടാതെ നിൽക്കുന്ന കണ്ടോ? അവൻ പറയില്ല. അവനെ സ്വന്തം അച്ഛൻ്റെയും അമ്മേരെയും കൂടപ്പിറപ്പുകളെയും മറ്റുള്ളവരൊക്കെ നിൽക്കുമ്പോഴേ, വല്യച്ഛനൊക്കെ നിൽക്കുമല്ലേ, ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടേ ഇവനത് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ സഹോദരിയാണ് ഈ നിൽക്കുന്നത് അനുമോള്, അവളെ കെട്ടിക്കൊണ്ടിവിടെ വന്നു, ശരി സമ്മതിച്ചു. പിന്നെ അവൾ നമ്മളെ എങ്ങനെയാണ് കാണുന്നത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് അവളെ വെറുതെ വിടാൻ കഴിയില്ല. അവളോട് ഞങ്ങൾക്ക് ഇന്നും അന്നും സ്നേഹം മാത്രമേ ഉള്ളൂ, മനസ്സിലായടാ? അതുകൊണ്ട് ഞാൻ എന്ത് വേണമെന്നാടാ ആലോചിക്കുക വയ്ക്കട്ടോ. അപ്പോൾ ആര്യം പറയാം, അവളെ നീ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് വേറൊരുത്തിലൂടെ കറങ്ങി നടക്കാനും ഒന്നും ഞങ്ങൾ നിന്നെ വിടില്ല. അത് ശരി, അപ്പോൾ അതാണോ സംഭവം? അപ്പം തന്നെ രാജശ്രീയുടെ മുഖമൊക്കെ വല്ലാണ്ടായി. അപ്പോൾ രാജശ്രീ ഓടി വന്നു ചോദിക്കണേ, എന്താണ് ഇതാണ് സത്യം? നീ അനുമോളെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് നീ എന്തിനാ വേറെ പെണ്ണിൻ്റെ പുറകെ പോയെന്നും ചോദിച്ചുകൊണ്ട് എല്ലാവരും കൂടെ നമ്മുടെ അലോകിൻ്റെ നേരെ തിരിയാണ്. അപ്പോൾ വീണ്ടും ഉടനെ അലോക് വിട്ടുകൊടുക്കുന്നില്ല. അലോക് പറയാം, അതേടാ ഞാൻ പോവും, പല പെണ്ണുങ്ങളോടെയും ഞാൻ കറങ്ങി നടക്കും, എൻ്റെ പെങ്ങളെ ഞാനിവിടെ കൊണ്ടിട്ട് ഞാൻ ശരിയാക്കും, അത് കണ്ട് അവൾ വിഷമിക്കണം. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളെ വിഷമിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്, അവളോട് വെറുപ്പ് കൂടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾക്കത് വെറുപ്പൊന്നും ഇല്ലല്ലേ? സഹോദരിയോട് നിനക്കൊക്കെ ഇപ്പോഴും സ്നേഹമുണ്ട്. എന്നാൽ നീ നോക്കിക്കോ, ഇതിൻ്റെ എല്ലാം കണക്കായിട്ട് ഞാൻ അവളോട് തീർക്കും. അവളെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പുറമായിട്ട് ഞാൻ വേറെ പല പെണ്ണുങ്ങളോട് പോകും. അതെൻ്റെ ഇഷ്ടം, നീ ആരടാ ചോദിക്കാനെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ടോ. ഭയങ്കര തല്ലായി. അങ്ങനെ എല്ലാവരും കൂടെ അലോകിനും തിരിയാണ്. ആ സമയത്ത് നമ്മുടെ അനുമോൾ ഓടി വന്ന് തടസ്സം നിന്നിട്ട് പറയാം, തൊട്ട് പോകരുത് എൻ്റെ ആര്യം ചേട്ടനെ തൊട്ടാലുണ്ടല്ലോ ഇനി ഞാൻ എന്താടി നിൻ്റെ ഏട്ടനെ തൊട്ടാൽ നീ എന്ത് ചെയ്യുമെന്നാണ് നീ പറയുന്നത്? ഞാൻ നിന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ വേറെ പെണ്ണുങ്ങളോട് പോകല്ലെന്നാണ് നിൻ്റെ ഏട്ടൻ പറയുന്നത്. അതെൻ്റെ ഇഷ്ടം, ഞാൻ ആരോടെ പോകുന്നു എന്തിനു പോകുന്നു എന്നല്ല. അത് ശരി, നിൻ്റെ ഇഷ്ടം പോലെ നീ എന്ത് വേണോ ചെയ്തോടെ ആലോകെ എന്നിങ്ങനെ അനുമോള് പറയാട്ടോ. അപ്പോൾ തിരിഞ്ഞ് എല്ലാവരും അന്തം വിട്ട് നോക്കുക, അനു എന്താ ഇങ്ങനെ സംസാരിക്കണത്? അതെ ഏട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവനെ തല്ലാനോ പിടിക്കാനോ ഒന്നും പോവേണ്ട കാര്യമില്ല. ഇവ ഏത് പെണ്ണുങ്ങളുടെ പിറകെ പോയാൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇവൻ്റെ സ്വന്തം ഭാര്യ ഇവൾ സ്നേഹിച്ച് ഇറങ്ങിപ്പോയിട്ട് അനുമോൾക്ക് ഒരു സങ്കടവും ഇല്ലെന്നോ? നിന്നെ സ്നേഹിച്ച് വഞ്ചിച്ചല്ലേ ഇവിടെ കൊണ്ടുപോകാൻ കൊന്നത്? അപ്പോൾ ഉടനെ അലോക് പറയാം, ഇവളെ ആരടാ സ്നേഹിച്ചത്? ഞാനിവളെ സ്നേഹിച്ചതുപോലെ അഭിനയിക്കുകയാണ് ചെയ്തത്. ഇവളാണ് എൻ്റെ തലയിൽ കയറി കൂടിയത്. അയ്യോ എന്നെ കെട്ടുള്ളൂ, എന്നെ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞ് തലയിൽ കയറി കൂടിയത് നിൻ്റെ സഹോദരിയാണ്, അല്ല ഞാനല്ല. അനാവശ്യം പറഞ്ഞാലുണ്ടോയെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്തടി കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് അനുമോൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, അതെ നിങ്ങളാരും അലോകിനെ തല്ലേണ്ട ആവശ്യമില്ല. അവൻ്റെ ഇഷ്ടത്തിന് നടന്നോട്ടെ, അവൻ ഏത് പെണ്ണുങ്ങളെ പുറകെ പോയോട്ടോ, എങ്ങനെ വേണം ജീവിച്ചോട്ടെ, എനിക്കിതിൻ്റെ ഒന്നും യാതൊരു അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിൻ്റെ പേരിൽ തല്ലുകൂടാൻ ആര്യം ചേട്ടൻ ഇവനെ തല്ലി അടിച്ച് അല്ലെങ്കിൽ അവൻ്റെ മണ്ട ഉടച്ചിട്ടോ കൊന്നിട്ടോ ആര്യം ചേട്ടൻ എന്താ ചെയ്യാൻ? ജയിലിൽ പോയി കിടക്കാനോ? എന്നിട്ട് ചേട്ടൻ്റെ ഭാവി നഷ്ടപ്പെടുത്തണമെന്നാണോ ചേട്ടൻ്റെ ആഗ്രഹം? അതിന് ഞാൻ സമ്മതിക്കില്ല. അവൻ എങ്ങനെയോ തൊലഞ്ഞു പൊക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. എടി നിൻ്റെ ഭർത്താവിനെക്കുറിച്ചാണ് നീ പറയുന്നത്. എൻ്റെ ഭർത്താവോ? ഇവൻ എൻ്റെ ഭർത്താവും അല്ല, ഒരു മണ്ണാങ്കട്ടയും അല്ല, ആരുമല്ല എന്നിങ്ങനെ അനുമോൾ വാ തുറന്നങ്ങ് വിളിച്ച് പറഞ്ഞു കൊടുത്തുട്ടോ. അത് കേട്ടിട്ട് നമ്മുടെ ആദ്യം അന്തം വിട്ട് പോകുന്നത് ആരാന്നറിയോ? ഗോമതിയാട്ടോ. ഇവളെന്തൊക്കെ വർത്തമാനമായി പറയുന്നത്? അവനെ കെട്ടോളൂ എന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി ആ രാത്രി ഇവിടുന്ന് ഓടിപ്പോയി കല്യാണം പോലും കഴിക്കാതെ അപ്പം അന്തം വിട്ട് നിൽക്കാട്ടോ. അപ്പോൾ ഉടനെ അലോക് അവിടെ നിന്നുകൊണ്ട് പറയാം, അല്ലെങ്കിൽ തന്നെ നിൻ്റെ സഹോദരി എനിക്ക് കെട്ടിച്ച് തരാൻ വേണ്ടിയിട്ട് നീ എന്താ കുറേ സ്വർണവും പണവും ശ്രീധനവും തന്നിട്ടാണോ ഓടാന്ന് ചോദിക്കുക കേട്ടോ.
എടാ അവൾക്ക് അന്തസ്സായിട്ടൊരു ചെറുക്കനെ ഞങ്ങൾ കണ്ടെത്തി, എന്നിട്ട് അവൾക്ക് നല്ല നല്ല തങ്കം പോലത്തെ ചെറുക്കനും പിന്നെ അച്ഛൻ ഒരു കാറും 70 പവൻ്റെ ഉരുപ്പടിയും 1,00,000 രൂപയും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ചത് തന്നെയാണ്. അത് അന്തസ്സുള്ള ഒരുത്തനായുണ്ട്. നിന്നെപ്പോലെ എവിടെ കിടക്കണ ചെറ്റയ്ക്ക് എന്തിനാണ് അതിൻ്റെ ആവശ്യമെന്നും പറഞ്ഞ് ആര്യൻ വീണ്ടും അവിടെ പ്രശ്നങ്ങളായിട്ട് അവസാനം അനുമോളുടെ ഈ ഒരൊറ്റ വാക്കിൽ എല്ലാവരും അടങ്ങി. എൻ്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞ സമയം മുതൽ ആകെ എല്ലാവരും തകർന്ന് നിൽക്കുകയായിട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്